ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ട്സ് ആണ്. നമ്മൾ ഓൾറെഡി ഇക്വിറ്റി ഫണ്ട്സിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഈ മ്യൂച്വൽ ഫണ്ടിനകത്ത് വരുന്ന 5 ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഫണ്ട്സിനകത്തുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ഡെറ്റ് ഫണ്ട്? ഡെറ്റ് ഫണ്ട് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ് പേപ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ് പേപ്പേഴ്സിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്? ബോൺസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ട്രഷറി ബിൽസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സോ ഒക്കെ ആവാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിൽ മാത്രമായിട്ട് പോകുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡെറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റീസിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് PSU കമ്പനീസോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആയാലും കോർപ്പറേറ്റ് കമ്പനീസ് ആയാലും അവർക്ക് എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് വരുന്ന സമയത്ത്, അതായത് അവരുടെ നമുക്കൊരു അസ്യൂം ചെയ്യാം, അവർക്കൊരു ഫ്യൂച്ചറിൽ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ അവർ അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇവർ ഈ ഫണ്ട് ചോദിച്ച് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഇവർക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇത് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹയർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവരെന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സേവിങ്സ് ബാങ്ക്സിന്റെയോ സേവിങ്സ് ബാങ്കിന്റെ FD റിട്ടേൺസോ അങ്ങനെയുള്ള റിട്ടേൺസിനെ കാട്ടിലും ഒക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കിയിട്ട് ഒരു 0.5 അല്ലെങ്കിൽ 1% ഒക്കെ മാക്സിമം ഹയർ മാർജിൻ വെച്ചിട്ട് ഇവർ ഇൻട്രസ്റ്റ് പ്രോമിസ് ചെയ്തിട്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്, ആ ഇൻട്രസ്റ്റ് പ്രോമിസ് ചെയ്തിട്ട് അവരുടെ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ബോൺസോ, ഗവൺമെന്റ് ബാക്ക്ഡ് കമ്പനീസ് ആണെങ്കിൽ ബോൺസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ബോൺസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, നമ്മളൊരു ലോണ് വാങ്ങുന്നതിനെ പോലെയാണ്, അതായത് നോർമൽ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ലോൺ വാങ്ങിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ഡെറ്റ് പേപ്പേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള എക്സ്പാൻഷൻസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലുള്ള ബോൺസോ ഡിബഞ്ചേഴ്സോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള കമ്പനീസ്, എന്നിട്ട് അതിൽ നിന്നും അവർക്ക് കളക്ട് ചെയ്യുന്ന പൈസ അവരത് അവരുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി വിനിയോഗിച്ചിട്ട് അതിൽ ഇവർ ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്സ് നമുക്ക് ഇങ്ങോട്ട് തരും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പേപ്പറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് റെഗുലർ ഇന്റർവെൽ ഉണ്ടാവും. അത് ആ ഇന്റർവെൽ എന്താണെന്നുള്ളത് അവർ ഓൾറെഡി ബോൺസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഇൻട്രസ്റ്റ് പേ ഔട്ടിന്റെ ഇന്റർവെൽ എന്താണെന്നുള്ളതെല്ലാം മെൻഷൻഡ് ആയിരിക്കും. പ്രൈമറി സോഴ്സ് ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേ ഔട്ട് തന്നെയാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് ബോൺസിന്റെയോ ഡിബഞ്ചേഴ്സിന്റെയോ ഒക്കെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കയറ്റം, ആ ഒരു ഇൻക്രീസ് ഇൻ വാല്യൂ കൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനകത്ത് വരാം. ഓക്കെ, സോ ഈ രീതിയിലാണ് ഡെറ്റ് ഫണ്ട്സിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഇപ്പോൾ ഡെറ്റ് ഫണ്ട്സ് റിസ്ക് കപ്പാസിറ്റി അല്ലെങ്കിൽ റിസ്ക് കാറ്റഗറി എങ്ങനെയായിരിക്കും? ഡെറ്റ് ഫണ്ട്സിന്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. കാരണം ഇത് മോസ്റ്റ്ലി സെറ്റ് ടു ബി സ്റ്റേബിൾ, ഒരു സ്റ്റേബിൾ റിട്ടേൺസ് തരുന്ന ഒരു ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിന്റെ അത്രയും റിട്ടേൺസ് എന്തായാലും ഡെറ്റ് ഫണ്ട്സിന് കിട്ടില്ല. ബിക്കോസ് ഇത് റിസ്ക് കുറവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹയർ ദ റിസ്ക് ഹയർ ദ റിവാർഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്കിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹയർ റിട്ടേൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. കാരണം ബാങ്ക് സേവിങ്സ് അക്കൗണ്ട്സിനെക്കാട്ടിലും അക്കൗണ്ട്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെക്കാട്ടിലും ഹയർ ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വോളറ്റാലിറ്റി, അത് ഡയറക്റ്റ് സ്റ്റോക്സിൽ ഉണ്ടാകുന്ന വോളറ്റാലിറ്റി, അത് ഈ ഫണ്ട്സിലോട്ട് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നില്ല. അപ്പം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൈൽഡ് രീതിയിലുള്ള റിട്ടേൺസ്, ഒരു മീഡിയം രീതിയിലുള്ള റിട്ടേൺസ് ആണ് നമ്മൾ ഡെറ്റ് ഫണ്ട്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഈ ഡെറ്റ് ഫണ്ട്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബാക്ക് ചെയ്തിരിക്കുന്ന ഗിൽറ്റ് ഫണ്ട്, GSEC ഫണ്ട്സ് എന്ന് പറയും, അങ്ങനെയുള്ള ഫണ്ട്സ് ഉണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് ഉണ്ടാവും, ലിക്വിഡ് ഫണ്ട്സ് ഉണ്ടാവും,
പിന്നെ ഇതൊന്നും കൂടാതെ നമുക്ക് PSU, ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ഫണ്ട് ഉണ്ടാവും. അതായത് ബാങ്കിങ് ആൻഡ് PSU കമ്പനീസിന്റെ മാത്രമായിട്ടുള്ള ഡെറ്റ് ഫണ്ട്സ്, ഡെറ്റ് പേപ്പേഴ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്കീംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അൾട്രാ ഷോർട്ട് ടേം എന്നൊക്കെ പറയുന്ന കുറെ അധികം ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്. കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 3-4 എക്സാമ്പിൾസ് നമുക്ക് നോക്കി വെച്ചാൽ മതി. ഒരു ഗിൽഡ് ഫണ്ടോ, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടോ, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്സോ, ഓവർനൈറ്റ് ഫണ്ട്സോ, ഇതെല്ലാം ഈ പറയുന്ന ഡെറ്റ് ആൻഡ് ലിക്വിഡ് കാറ്റഗറിക്കകത്ത് വരുന്ന ഫണ്ട്സ് ആണ്. ഓക്കെ, സോ ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് റീഹൈഡ്രേറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, സേഫർ ദാൻ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിനെക്കാട്ടും കുറെ കൂടെ സേഫർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് റിട്ടേൺസ് ആർ സ്റ്റഡി റിട്ടേൺസ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ ഈസിയാണ്. അതായത് ഇക്വിറ്റി ഫണ്ട്സ് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ പ്ലസ് സെക്കൻഡ് 2 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. T+2 ഡേയ്സ് എന്ന് പറയുന്നത്, അത് T എന്ന് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷൻ പ്ലസ് 2 ഡേയ്സ് എന്ന് പറയുന്നത് 2 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് മൺഡേ ആണ്, ഇന്നൊരു ട്രാൻസാക്ഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ സെക്കൻഡ് ഡേയിൽ, അതായത് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഡേ, അതായത് ട്യൂസ്ഡേ, വെനസ്ഡേ നമുക്ക് ഇക്വിറ്റി ഫണ്ട്സിന്റെ നമുക്ക് വിഡ്രോവൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഹിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് T+1 ഡേ ആണ്. അതായത് ഇന്ന് ട്രാൻസാക്ഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മോർണിംഗ് ആകുമ്പോഴത്തേനും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരും. അപ്പം ഈസി ഓഫ് വിഡ്രോവൽ ആണ് നമുക്ക് വരുന്ന മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സേവിങ്സ് ബാങ്ക് റിട്ടേൺസിനെക്കാട്ടിലും, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെക്കാട്ടിലും ഹയർ റിട്ടേൺസ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നോട്ട് എ ഹ്യൂജ് റേഞ്ച്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു പറയാണ്, ഇപ്പോൾ സേവിങ്സ് ബാങ്കിനൊക്കെ കുറെ ബാങ്ക്സ് 3%, 4% ഒക്കെ അവർ പറയുന്നുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഈ 3%, 4% എന്ന് പറഞ്ഞാൽ എല്ലാം ആനുവലൈസ്ഡ് റിട്ടേൺസ് ആണ്. സോ ആനുവലൈസ്ഡ് 3 to 4% റിട്ടേൺസ് ആണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഫണ്ട് സേഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺസ്. അതേസമയം ഈ പറയുന്ന ബോൺസിലൊക്കെ ആണെങ്കിൽ നമുക്ക് 5 to 6% ഒക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫേവറബിൾ ആയിട്ടുള്ള, അതായത് മാർക്കറ്റ് കറക്ഷൻ ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഡിം ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ട്സിൽ നമുക്ക് എല്ലാ ഡെറ്റ് ഫണ്ട്സും അല്ല, കുറച്ച് അഗ്രസീവായിട്ട് ചെയ്യുന്ന കുറച്ച് ഡെറ്റ് ഫണ്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഡെറ്റ് ഫണ്ട്സിൽ നമുക്ക് വേണമെങ്കിൽ FD റിട്ടേൺസിനെക്കാട്ടിലും ഒരു 0.5% ഒക്കെ കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഈ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പ്രോമിസ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഏത് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് പ്രോമിസ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നും വരുന്നില്ല. അതിനകത്ത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ പറഞ്ഞതിന്റെ ബേസിസിലാണ് നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗിവിംഗ് മച്ച് ബെറ്റർ ഓർ ഗുഡ് റിട്ടേൺസ് ദാൻ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരു നാലാമത്തെ ബെനിഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് ആർക്ക് അനുയോജ്യമായിട്ട് വരുന്നത് ആർക്കൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് റിസ്ക് അവേഴ്സ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. അതായത് എനിക്ക് റിട്ടേൺസ് സേവിങ്സ് അക്കൗണ്ടിനെക്കാട്ടിലും അത്യാവശ്യം കുറച്ച് കൂടുതലെങ്കിലും റിട്ടേൺസ് കിട്ടണമെന്നുണ്ട്. അതേസമയം എനിക്ക് അത്രയും റിസ്ക് എടുക്കാൻ വയ്യ, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കാൻ വയ്യ എന്ന് കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ പറയുന്ന ഡെറ്റ് ഫണ്ട്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഷോർട്ട് ടേം പ്ലാനേഴ്സ്, അതായത് എനിക്കൊരു പ്രോജക്റ്റ് വരുന്നു, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴേ ഞാനത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ അതിന്റെ ക്യാപിറ്റൽ, അതായത് 6 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിന്റെ ക്യാപിറ്റൽ എൻ്റെ കയ്യിൽ ഉണ്ട് ഇപ്പോൾ. സോ ആ ക്യാപിറ്റൽ ഞാൻ എൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഒരു റിട്ടേൺസും ഇല്ലാതെ വയ്ക്കുന്നതിനെക്കാട്ടിലും എനിക്ക് വേണമെങ്കിൽ 6 മന്ത്സിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഡെറ്റ് ഫണ്ടിൽ പാർക്ക് ചെയ്യാം. അതിനകത്ത് എനിക്ക് റിട്ടേൺസ് കിട്ടും. ആ റിട്ടേൺസ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ബെനിഫിഷ്യൽ ആവാം. അതായത് അറ്റ്ലീസ്റ്റ് ഒരാളുടെ സാലറി എങ്കിലും പേ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷോർട്ട് ടേം പ്ലാനേഴ്സിനെ പറ്റിയതാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് ബിൽഡേഴ്സ്. അതായത് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് ഒരു പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻകമും എക്സ്പെൻസും എല്ലാം പോയിട്ട് നമ്മൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടിജൻസി ഫണ്ട് നമ്മൾ ബിൽഡ് ചെയ്യണം എന്ന് പറയും. ഒരു 6 മന്ത്സിന്റെ എങ്കിലും ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ബിൽഡ് ചെയ്യണം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫണ്ട് ബിൽഡ് ചെയ്ത്, ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത ഒരു ക്ലയന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, അവർക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട്, അതായത് ഇക്വിറ്റിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ട്സിലോട്ട് സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഒരു
SIP ആയിട്ടോ അല്ലെങ്കിൽ കയ്യിലുള്ള ഫണ്ടിനെ എമർജൻസി ഫണ്ടിനെ നമുക്ക് ഡെറ്റ് ഫണ്ട്സിലോട്ടോ കീപ്പ് ചെയ്യാം. റിസ്ക് അവേഴ്സ്ഡ് ആണ്. സോ അങ്ങനത്തെ ക്ലയൻസിനും ഇതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു അവന്യൂ ആണ്. അതുപോലെ റിട്ടയറീസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേബിൾ ഇൻകം അല്ലെങ്കിൽ ഒരു ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറയുന്ന പോലെ മന്ത്ലി ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയി അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഞാനൊരു കോർപ്പസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡ് ചെയ്ത കോർപ്പസ് അത്രയും നാൾ ഇക്വിറ്റിയിലാണ് കിടന്നത്. പക്ഷെ ഞാനിപ്പോൾ റിട്ടയർഡ് ആയി. അപ്പോൾ എനിക്ക് ഇനി എൻ്റെ ആ ഫണ്ട് വെച്ചിട്ട് കൂടുതൽ ഹയർ റിസ്ക് ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെ പോയാൽ അത് റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഈ ഫണ്ട്സ് ഞാൻ ഇത്രയും നാൾ കൊണ്ട് ബിൽഡ് ചെയ്ത ഈ ഫണ്ട് വേണമെങ്കിൽ എനിക്ക് ഡെറ്റ് ഫണ്ടിലോട്ട് പാർക്ക് ചെയ്തിട്ട്, അതായത് ഇക്വിറ്റി ഫണ്ട്സിൽ നിന്ന് കിടക്കുന്ന ഫണ്ട്സിനെ സ്വിച്ച് ചെയ്ത് ഡെറ്റിലോട്ട് മാറ്റിയതിനു ശേഷം എനിക്ക് മന്ത്ലി ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് പോലെ എനിക്ക് അതിനകത്തുനിന്ന് ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് എനിക്ക് മാസം മാസം വിഡ്രോ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫെസിലിറ്റി മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്. സോ അങ്ങനെയുള്ള ക്ലയൻസിന്, ഒരു ഇൻകം സ്റ്റേബിൾ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ക്ലയൻസിന്, റിട്ടയർഡ് ആയിട്ടുള്ള ക്ലയൻസിന് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്യൂട്ടബിൾ ആണ്. ഇനി അഞ്ചാമത്തെ എന്ന് പറയുമ്പോഴത്തേനും അസറ്റ് അലോക്കേറ്റേഴ്സ് എന്ന് പറയും. അതായത് എനിക്ക് ഏജ് വൈസ് ആണല്ലോ, നമ്മളിപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേനും ഏജ് വൈസ് ആണ് നോർമലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലയന്റിന് ഇപ്പോൾ 10, 25, 30 വയസ്സായ ഒരു ക്ലയന്റിന് കൊടുക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കില്ല ഒരു 40, 45 ഏജ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുന്നത്. അപ്പം അവരുടെ ഏജ് വെച്ചും അവരുടെ ഇൻകം വെച്ചിട്ടുമൊക്കെ പോർട്ട്ഫോളിയോയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം കുറച്ച് യങ്ങർ ആയിട്ടുള്ള ക്ലയൻസ് ആകുമ്പോഴത്തേനും അവർക്ക് അത്യാവശ്യം റിസ്കിയർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് എടുക്കാൻ, റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഹയർ ആയിട്ടുള്ള റിസ്കി ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് അവിടെ കൊടുക്കാം. കാരണം ലോങ്ങർ ടെന്യൂർ ഉണ്ട്. കാരണം 20, 25, 30 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ റിട്ടയർമെന്റ് എത്താനായിട്ട് ഈവൻ 25, 30 ഇയേഴ്സ് ഇനിയും കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഫസ്റ്റ് 10 or 15 ഇയേഴ്സ് ഒക്കെ നമുക്ക് ഹയർ റിസ്കി ഇൻവെസ്റ്റ്മെന്റ്സിലോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, പണ്ടേ ചെയ്തു വരുന്ന ഇൻവെസ്റ്റേഴ്സ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു 10-15 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ഏജിന്റെ വേറൊരു തലത്തിലോട്ട് അവർ എത്തുന്ന സമയത്ത് അവർക്ക് ഇനി കൂടുതലായിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോ ഹയർ റിസ്കി റേഞ്ചിലോട്ട് പോകണ്ട, അതിനെ കുറച്ചൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം, ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് ഒന്ന് ബാലൻസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ 100% ഇക്വിറ്റി തന്നെ ചെയ്യുന്ന ക്ലയൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു സിറ്റുവേഷൻ എത്തി, അവരുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ എത്തി. സോ ഇനി അവർക്ക് കൂടുതലായിട്ട് ഈ ഫണ്ട്സ് വെച്ച് റിസ്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ആൾക്കാർക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ബാലൻസ് ഔട്ട് ചെയ്യാനായിട്ട്, എൻറ്റയർലി ഡെറ്റിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നല്ല, ആ അവരുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള അലോക്കേഷൻസ് വേണമെങ്കിൽ ഡെറ്റിലോട്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ഇപ്പോൾ 100% ഇക്വിറ്റി എന്നുള്ളത് 90-10 എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 80-20 എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 70-30 എന്നുള്ള രീതിയിലോ ഈവൻ 50-50 എന്നുള്ള രീതിയിലൊക്കെ ബാലൻസ് ഔട്ട് ചെയ്യാം. അത് ഈ ഒരു ഇൻവെസ്റ്ററിന്റെ അഡ്വൈസർ, ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്താണോ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെ റിസ്ക് എല്ലാം മനസ്സിലാക്കി അവരുടെ ഇനിയുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എങ്ങനെയാണോ അഡ്വൈസ് കിട്ടുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണോ പെർസീവ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ പോർട്ട്ഫോളിയോ റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറയുന്ന ഡെറ്റ് ഫണ്ട്സ് സ്യൂട്ടബിൾ ആണ്. ഇത് കൂടാതെ നമ്മുടെ കോർപ്പറേറ്റ്സ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനീസോ അല്ലെങ്കിൽ ഈവൻ ചെറിയ MSMEs ആയാലും ചെറുകിട വ്യാപാരം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും, സപ്പോസ് ഒരു ബിൽഡിംഗിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം മാസ് രീതിയിൽ ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതായത് ഈ വില്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇവരുടെ കയ്യിലും ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഫണ്ട് നെക്സ്റ്റ് പ്രോജക്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ട്സ്, ഇങ്ങനെയുള്ള ഫണ്ട്സ് ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ കറണ്ട് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തതിന് പകരം ആ ഫണ്ട് എടുത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ, ഡെറ്റ് ഫണ്ട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം കറണ്ട് അക്കൗണ്ടിൽ ഒരു റിട്ടേൺസും ജനറേറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഡെറ്റ് ഫണ്ട്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 5-6% റിട്ടേൺസ് അതിനകത്ത് ഈസിലി അവർക്ക് കിട്ടാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ അൾട്രാ HNI ക്ലയൻസിന് വേണമെങ്കിലും ഈ പറയുന്ന ഡെറ്റ് ഫണ്ട്സ് ചൂസ് ചെയ്യാം. സോ ഇതാണ് ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ആക്ച്വലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഡെറ്റ് ഫണ്ട്സ് എന്താണെന്നും ഡെറ്റ് ഫണ്ട്സ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതെന്നും അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നും ആർക്കൊക്കെയാണ് ഈ ഒരു ഫണ്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്നും എല്ലാം നമ്മൾ സംസാരിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് എവരി വൺ. പ്ലീസ് എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.